ഔ അമ്മേ, അയ്യോ എന്തൊരു പറ്റി പറയുന്നു? എന്തൊരു പറ്റി? അയ്യോ. സ്കൂൾ കലോത്സവം കാണാൻ പോയിട്ട് ഒന്നും കണ്ടില്ലേ? ആ കണ്ടു. അയ്യോ അയ്യോ, ഷർട്ട് മൊത്തം അഴുക്കാണല്ലോ. ഒന്നും പറയണ്ട. അയ്യോ, ബട്ടണെല്ലാം പൊട്ടിയിരിക്കണല്ലോ. ആ ഒന്ന് തിരിഞ്ഞേ, ഷർട്ടിന്റെ പുറമെല്ലാം കീറി പറഞ്ഞിരിക്കണ്. നീ ആ ഫാന്റെ സ്പീഡൊന്ന് കൂട്ട്. വല്ലോടത്തും മറിഞ്ഞു വീണോ? വാ തുറന്നൊന്ന് പറഞ്ഞൂടെ? എല്ലാം പറയാം. കലോത്സവം ഒന്നും കണ്ടില്ലയോ? ഓ കലോത്സവം മാങ്ങാ തൊലി. കൂടെ വന്ന ആ സുമേഷ് എങ്ങോട്ട് പോയി? ആ എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഒന്നിച്ച് സ്കൂട്ടറിൽ കയറി പോയിട്ട്. ഇതെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ആദ്യം ആ ഷർട്ടിങ് ഊരിയെടുത്തേ. ഓ ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട്. ദാ വെള്ളം. അയ്യോ, ഇപ്പോഴാ ഇച്ചിരി സമാധാനം കിട്ടിയേ. ഇനി സത്യം പറ, എന്താ പറ്റിയേ? അതെ, ഞാൻ ആ ഡാൻസ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. എന്തൊരു ഡാൻസ്? എന്തൊരോ ഒരു കുന്തം. അയ്യോ, അതിന്റെ പേരങ്ങ് മറന്നുപോയി. അത് പോട്ടെ. എന്നിട്ട് സുമേഷ് അപ്പുറത്തെ സ്റ്റേജിൽ വേറെ ഏതാണ്ട് ഒരെണ്ണം നടക്കുന്ന കണ്ടേച്ച് വരാമെന്നും പറഞ്ഞു പോയി. എന്നിട്ട് ഞാനിരുന്നൊന്ന് മയങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ഞാൻ എണീറ്റപ്പോഴത്തേക്ക് മത്സരം തീർന്ന് അവിടെ മൊത്തത്തിൽ ഒരു ബഹളം. എന്തൊരു ബഹളം? ജഡ്ജിമാരുടെ ചുറ്റും ആളുകൂടി ഭയങ്കര ചീത്തവിളിയും ബഹളവും. അയ്യോ, എന്നിട്ട് ആരാ എന്തുവാന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കസേര എടുത്ത് എറിയും ചീത്ത വിളിയും. കറണ്ടും പോയി, മൊത്തം അലമ്പായി. എന്നിട്ട് എന്തരാണ് സംഭവം എന്നറിയാൻ ഞാൻ അങ്ങോട്ടൊന്ന് എത്തി നോക്കിയതേ ഉള്ളൂ. ദാ പിടിച്ചോന്നും പറഞ്ഞൊരുത്തൻ എന്നെയും ചൂണ്ടി ഒരൊറ്റ അലർച്ച. എന്തിനാ? അതെനിക്കും പിടിയിട്ടില്ല. കൊള്ളാവല്ലോ. അപ്പോഴത്തേക്ക് എവിടുന്ന് വന്നെന്ന് അറിഞ്ഞൂടാ, കുറച്ചാണുങ്ങളും പെണ്ണുങ്ങളും കൂടെ എന്നെ അങ്ങ് വളഞ്ഞു. എന്തിനാ? സംഗതി കുഴപ്പാവെന്ന് തോന്നി ഞാൻ കയറി ഒരൊറ്റ ഓട്ടം. ഇതൊക്കെ എന്തിനാണെന്നേ? ഓടി, അവര് പുറകെ ഓടി. ഇത് ഭയങ്കര സിനിമാ കഥ പോലാണല്ലോ. എന്നിട്ട് ഒരുത്തൻ എന്റെ ഉടുപ്പി പിടുത്തം കിട്ടി, ഞാൻ വിട്ടില്ല. ഓ അത് ശരി, അങ്ങനെ ഷർട്ട് കീറിയേ. എന്നിട്ട് അപ്പോഴാ പിടി കിട്ടിയേ. എന്തൊരു? എന്നെ ആ ജഡ്ജിമാരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാന്നും വിചാരിച്ചാ പിടിച്ചേ. ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞുകൂടായിരുന്നോ? അതിനൊന്നും ശ്വാസം വിടാൻ സമയം കിട്ടണ്ടേ? ഭ്രാന്ത് പിടിച്ചവന്മാരോട് ബഹളത്തിനിടെ എന്തോ ഒരു പറയായി. ഒരുവിധം റോഡിൽ എത്തിയതും അവിടെ ഒരു ഓട്ടോ കിടക്കണം. നേരെ അതി ചാടി കയറി വിട്ടോളാൻ പറഞ്ഞു. അയാള് ഗേറ്റിൽ കൊണ്ടുവന്ന് ഇറക്കി. ചോദിച്ച കാശും കൊടുത്തു. എന്തായാലും ഭയങ്കരായി പോയി. ആ ഓട്ടോ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്നെന്റെ അടക്കം കഴിഞ്ഞേനെ. എന്തായാലും പോട്ട്. എന്തൊരു പോട്ടെന്ന് അനുഭവിച്ചവനെ അറിയാൻ പറ്റൂ ആ സമയത്തുള്ള വെപ്രാളം. ഷർട്ട് കീറി, അത്രയല്ലേ ഉള്ളൂ. സത്യം പറഞ്ഞ കേറി വന്ന ആ വരവ് കണ്ടപ്പം ഞാനങ്ങ് പേടിച്ചുപോയി. ആ ഫോണിങ് എടുക്ക്. സുമേഷ. ഹലോ അണ്ണാ. എടേ സുമേഷ്, നീ എവിടെ ആയിരുന്നേ? ആണാ, നിങ്ങൾ എവിടെ പോയി കിടക്കണേ? ഞാൻ തിരിച്ചു വന്നപ്പോ അവിടെ അടിയും ബഹളവും ഒക്കെ. എന്തൊരു സംഭവം? എടേ, അവിടെ മത്സരിക്കാൻ വന്ന പിള്ളേരുടെ തന്തമാരും തള്ളമാരും കൂടെ ജഡ്ജിമാരെ ചീത്ത വിളിയും അടിയും ബഹളവും. അവിടെ നിക്കണ്ടെന്ന് വിചാരിച്ച് ഞാനൊരു ഓട്ടോ പിടിച്ചിഞ്ഞ് പോന്നടേ. എന്തൊരു പരിപാടി അണ്ണായത്? നിങ്ങൾ പോണെങ്കിൽ അത് പറഞ്ഞിട്ട് പോണ്ടേ? സോറി സുമേഷേ. പോട്ട്, നിങ്ങൾ നാളെ വരണ. ഇനി ഞാൻ ആ ഏരിയയിലോട്ടില്ല. എനിക്ക് ഈ ചീത്ത വിളിയോ അടിയൊന്നും കണ്ടോണ്ട് നിൽക്കാൻ പറ്റൂല. എന്നാ പിന്നെ ശരി അണ്ണാ, ഞാൻ പൊക്കോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സത്യം പറഞ്ഞ പണ്ട് സ്കൂളിൽ വെച്ച് ഓട്ട മത്സരത്തിന് ഓടിയ പിന്നെ ഇപ്പോഴാ ഒന്ന് ഓടുന്നേ. എന്തുവാടി നീ ചിരിക്കുന്നേ? ഒരാളിവിടെ മേല് മുഴുവൻ വേദന എടുത്ത് അനങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാണോ നിന്റെ ഒരു കിണി? ഓ, ഒരു കീറങ്ങ് വച്ചെന്നാലുണ്ടല്ലോ. അയ്യോ, അനങ്ങാതിരി, കൈ കൂടുതൽ വെക്കണ്ട. എന്തൊരു ഉത്സാഹമായിരുന്നു ഒറ്റയ്ക്ക് പോയി കലോത്സവം കാണാൻ. അയ്യോ, വീട്ടിൽ ഇരുന്ന് പണി മുഴുവൻ ചെയ്ത് ക്ഷീണിച്ച നമ്മളോട് വരുന്നോന്നൊരു വാക്ക് ചോദിക്കണ്ടേ? അനുഭവിച്ചോ? അയ്യോ അമ്മാ. പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, എം കെ ദിലീപ്. രചന ടി കെ മനോജൻ.